ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് പ്രകൃതി ജീവനം. കാരണം നമ്മളുടെ ഈ ആധുനിക ജീവിത ക്രമത്തിൽ പലപ്പോഴും ആരോഗ്യത്തിൻ്റെ താളം തെറ്റലെല്ലാം മനുഷ്യൻ സ്വയം തിരിച്ചറിയാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി, പ്രകൃതിയായുള്ള സസ്യാഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആരോഗ്യം ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് പലർക്കും ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതായി തിരിച്ചറിയാൻ തുടങ്ങി. അതുകൊണ്ടൊക്കെ പണ്ടുള്ളവർക്ക് ഇങ്ങനെയൊരു പ്രകൃതി ജീവൻ എന്നുള്ള പദം തന്നെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അവർ പ്രകൃതിയും മണ്ണും മനുഷ്യനുമായിട്ടുള്ള ഒരു വലിയ ബന്ധത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അത്തരം ഒരു ചാക്രികമായ വ്യവസ്ഥിതിയൊക്കെ നമുക്ക് മാറിയതോടുകൂടി നമ്മൾ പ്രകൃതി ജീവനത്തെക്കുറിച്ച് ഇപ്പോൾ ഈ ആധുനിക ജീവിതക്രമത്തിൽ പറഞ്ഞു തുടങ്ങി, അതിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ ആണെങ്കിലും കുട്ടികളെ ഉൾപ്പെടെ കാടുകളിലേക്ക് ഒരു യാത്ര ചെയ്യാൻ തുടങ്ങി. കാടിൻ്റെ ആ മനോഹാരിത അറിയാനും കാടിൻ്റെ സൗന്ദര്യത്തെ അറിയാനും ഒക്കെ ശ്രമിക്കാൻ തുടങ്ങി. വീടിൻ്റെ അടുത്ത് തന്നെ ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാനും ചെറിയ ചെറിയ മരുന്നുകളൊക്കെ വീട്ടിൽ അത്യാവശ്യം ജലദോഷമൊക്കെ വന്നാൽ കുട്ടികൾക്ക് അത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല പല രീതിയിലും പ്രകൃതിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്കൊരു താളമുണ്ട്. മരം വെട്ടിയും മണ്ണുമാന്തയും മലിനമാക്കിയും നാം അതിൻ്റെ താളക്രമത്തെ അവതാളത്തിലാക്കുന്നു. വായുവും വെള്ളവും എന്നു വേണ്ട, മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട്. പക്ഷേ നടക്കുമ്പോഴും എടുക്കുമ്പോഴും എന്തിന് നോക്കുമ്പോൾ പോലും നാം സൂക്ഷിക്കണം. നാളെ നമ്മുടെ കുഞ്ഞുങ്ങളടക്കമുള്ള ജീവജാലങ്ങൾക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും അറിയാനുള്ള കരുതൽ ധനമാണ് ഈ അമൃത പ്രപഞ്ചമെന്ന് ഓർമ്മ വേണം. കടുക്ക, താന്നിക്ക, നെല്ലിക്ക എന്നിവയുടെ സമർത്ഥമായ സംയോഗമാണ് ത്രിഫല എന്ന ഔഷധയോഗം. സമർത്ഥമായ സംയോഗം എന്നെടുത്ത് പറയാൻ കാരണമുണ്ട്. ഇതിലൊരു പ്രത്യേക അനുപാതത്തിലാണ് ഇവ ചേർക്കുന്നത്. ആയുർവേദത്തിലെ ചില ഔഷധ സസ്യങ്ങളെ ദശമൂലം, ത്രികടു എന്നിങ്ങനെ സമൂഹമായി ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു സമൂഹമാണ് ത്രിഫല. നെല്ലിക്ക, കടുക്ക, താന്നിക്ക എന്നീ 3 കായകളെയാണ് ത്രിഫല എന്ന് പറയുന്നത്. നേത്രചികിത്സ, ത്വക്കുരോഗ ചികിത്സ തുടങ്ങിയ വിവിധ മേഖലകളിൽ ത്രിഫല ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നു. സ്ഥിരമായി കടുക്ക, നെല്ലിക്ക, താന്നിക്ക കൂടിയ ത്രിഫല സ്ഥിരമായി സേവിക്കുന്ന സ്വഭാവക്കാർ പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും ദുർലഭമുണ്ടായി എന്ന് വരാം. ത്രിഫല എന്നാണ് അതിന് പേര് പറയാം. ത്രിഫല സ്ഥിരമായിട്ട് കഴിക്കുന്നത് രസായനം പോലെ ഗുണം ചെയ്യുന്നതാണ് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അനുഭവത്തിലും ഏറെക്കുറെ ത്രിഫല നല്ല ഫലം ചെയ്യുന്നതാണ്. കുട്ടികളിൽ കാണുന്ന ചൊറി, ചിരങ്ങ് തുടങ്ങിയ ത്വക്ക് രോഗങ്ങൾക്ക് ത്രിഫല ചൂർണം കറുകനീരിൽ തിളപ്പിച്ച് കുറുക്കി തുടരെ പുരട്ടിയാൽ പെട്ടെന്ന് ശമനമുണ്ടാകും. മൂത്രതടസ്സമുണ്ടായാൽ ത്രിഫലത്തോട് ഇന്ദുപ്പ് എന്നിവ യോജ്യമായ മാത്രയിൽ ചൂടുവെള്ളത്തിൽ കഴിക്കുന്നത് ഗുണകരമാണ്. ത്രിഫല നേത്രരോഗങ്ങൾക്ക് വളരെയധികം നല്ല ഔഷധമായിട്ട് പറയുന്നത് ത്രിഫലയും നെയ്യും തേനും കൂടി ചേർത്ത് രാത്രി കഴിക്കുകയാണെങ്കിൽ കണ്ണിന് വളരെ ഈ തിമിരം പോലെയുള്ളതായ രോഗങ്ങൾക്ക് വളരെ വിശേഷമായിട്ട് പറയുന്നതാണ് ത്രിഫല.